ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും PH ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ന്യൂ SCRTയിലെ ജോഗ്രഫി ചാപ്റ്ററാണ് നമ്മൾ ഇന്നലെ പഠിച്ചു തുടങ്ങിയത്. ആ ഒരു ചാപ്റ്ററിൻ്റെ ബാക്കിയാണ്, കണ്ടിന്യൂഷനാണ് ഇന്നത്തെ നമ്മൾ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഏതായിരുന്നു ചാപ്റ്റർ? 10th സ്റ്റാൻഡേർഡിൽ വരുന്ന സാമൂഹ്യ ശാസ്ത്രത്തിലെ 3ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്നലെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ 2 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ മൂന്നാമത്തെ മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക് എന്ന ഈ ഒരു ചാപ്റ്റർ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് നോക്കാം. അങ്ങനെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയെക്കുറിച്ചും ടണ്ട്ര മേഖലയെക്കുറിച്ചും ഒക്കെ പഠിച്ചു വന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു മേഖലയിലെ നൈസർഗിക സസ്യജാലത്തെക്കുറിച്ച് പഠിക്കുകയാണ്. ഈ ഒരു മേഖലയുടെ കാലാവസ്ഥയെക്കുറിച്ച് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് ഉയർന്ന താപനിലയാണ്, ശക്തമായ മഴ ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടുത്തെ സസ്യജാലങ്ങൾ സമൃദ്ധമായി വളരുന്നു. ആഗോള പാരിസ്ഥിതിക സന്തുലനം നിലനിർത്തുന്നതിൽ നിർണായക പ്രാധാന്യമുള്ള ഭൂമധ്യരേഖ കാലാവസ്ഥയിലെ നൈസർഗിക സസ്യജാലങ്ങളെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. ഉഷ്ണമേഖലാ മഴക്കാടുകൾ എന്നറിയപ്പെടുന്ന നിബിഡ വനങ്ങളാണ് ഈ കാലാവസ്ഥാ മേഖലയുടെ പ്രത്യേകത. ഉഷ്ണമേഖലാ മഴക്കാടുകൾ എന്നറിയപ്പെടുന്ന നിബിഡ വനങ്ങളാണ് ഈ ഒരു കാലാവസ്ഥാ മേഖലയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത. തെക്കേ അമേരിക്കയിലെ ആമസോൺ തടം, മധ്യ പശ്ചിമ ആഫ്രിക്ക, ഇന്തോനേഷ്യ, മലായി ഉപദ്വീപ്, ന്യൂ ഗിനിയ എന്നിവിടങ്ങളിലായിട്ട് ഈ ഒരു മഴക്കാട് വ്യാപിച്ചു കിടക്കുന്നു. ആമസോൺ തടം, തെക്കേ അമേരിക്കയിലെ ആമസോൺ തടം, മധ്യ പശ്ചിമ ആഫ്രിക്ക പ്രദേശം, ഇന്തോനേഷ്യ, മലായി ഉപദ്വീപ്, ന്യൂ ഗിനിയ എന്നിവിടങ്ങളിലായിട്ട് ഈ മഴക്കാടുകൾ വ്യാപിച്ച് കിടക്കുന്നു. ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന മഴക്കാടുകളെ വിളിക്കുന്ന പേരാണ് സെൽവാസ് എന്നത്. സെൽവാസ് ഈ കാലാവസ്ഥാ മേഖലയിൽ വിത്തുകൾ മുളയ്ക്കുന്നതിനോ പുഷ്പിക്കുന്നതിനോ കായ്ക്കുന്നതിനോ ഇല പൊഴിക്കുന്നതിനോ സസ്യങ്ങൾക്ക് ഒരു പ്രത്യേക കാലം ഇല്ല. ഈ കാലാവസ്ഥാ മേഖലയിൽ പ്രത്യേകം കാലമാറ്റമൊന്നുമില്ല. എല്ലാ സസ്യങ്ങൾക്കും ഇപ്പോൾ വിത്ത് മുളയ്ക്കുന്നതിനായാലും പുഷ്പിക്കുന്നതിനായാലും കായ്ക്കുന്നതിനായാലും ഇല പൊഴിക്കുന്നതിനായാലും അങ്ങനെ ഒരു പ്രത്യേക കാലമൊന്നുമില്ല. വർഷം മുഴുവൻ ഇത്തരം പ്രക്രിയകൾ കൊണ്ട് ഇവിടുത്തെ കാടുകൾ സജീവമാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ കാടുകളെ നമ്മൾ നിത്യഹരിത വനങ്ങളായിട്ട് കണക്കാക്കുന്നത്, നിത്യഹരിതമായിട്ട് കാണപ്പെടുന്നത്. ഈ മഴക്കാടുകളെ ഭൂമധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്നും വിളിക്കാറുണ്ട്. ഈ ഒരു പ്രദേശമായതുകൊണ്ട് കൂടിയാണ് ഈ ഒരു മഴക്കാടുകളെ ഭൂമധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്നും വിളിക്കാറുണ്ട്. ഭൂമധ്യരേഖ നിത്യഹരിത വനങ്ങളുടെ സവിശേഷതകളാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെ വൻമരങ്ങളാണ് ഈ ഒരു പ്രദേശത്ത് ഉൾപ്പെടുന്നത്? ഈ നിത്യഹരിത വനങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് എബണി, മഹാഗണി, സിൻഗോണ, റോസ് വുഡ് എന്നിവയൊക്കെ. എബണി, മഹാഗണി, സിൻഗോണ, റോസ് വുഡ് തുടങ്ങിയ വൻമരങ്ങളൊക്കെ ഉൾപ്പെട്ട പ്രദേശമാണ് ഇത്. ഇത്തരത്തിലുള്ള വൻമരങ്ങളൊക്കെ ഉൾപ്പെട്ട ധാരാളം വ്യത്യസ്തങ്ങളായ നിത്യഹരിത വൃക്ഷങ്ങൾ ഈ വനത്തിൽ കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. നിബിഡമായിട്ടുള്ള നിത്യഹരിത വനമാണ് ഇത്. അപ്പൊ ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ മരങ്ങൾ അവിടെ കാണാനായി സാധിക്കും. ഈ പറഞ്ഞ വ്യത്യസ്തങ്ങളായ വൻമരങ്ങളല്ലാതെ ചെറിയ രീതിയിലുള്ള സസ്യങ്ങളും ആ ഒരു പ്രദേശത്ത് കാണുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു നൈസർഗിക സസ്യജാലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സസ്യജാലങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പറഞ്ഞ വൻമരങ്ങളെ കൂടാതെ ചെറുപനകൾ, ലിയാനാസ് പോലെയുള്ള വള്ളിച്ചെടികൾ, മരവാഴകൾ പോലെയുള്ള എപ്പിഫൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന സസ്യങ്ങൾ, ധാരാളം പരാത സസ്യങ്ങൾ, പന്നൽ ചെടികൾ, പന്നൽ ചെടികൾ, ലാലങ്ങ് പോലെയുള്ള പുൽവർഗ സസ്യങ്ങൾ എന്നിവയൊക്കെ ഇവിടെ ഇടതൂർന്ന് വളരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ വ്യത്യസ്തമാണ് ഇവിടുത്തെ സസ്യജാലങ്ങൾ എന്ന് പറയുന്നത്. വലിയ വലിയ വൻമരങ്ങളല്ലാതെ ചെറുപനകൾ കാണപ്പെടുന്നുണ്ട്, വള്ളിച്ചെടികൾ കാണപ്പെടുന്നുണ്ട്, എപ്പിഫൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന സസ്യങ്ങൾ കാണപ്പെടുന്നു, ധാരാളം പരാത സസ്യങ്ങളുണ്ട്, പന്നൽ ചെടികളുണ്ട്, പുൽവർഗത്തിൽപ്പെടുന്ന സസ്യങ്ങളും ഉണ്ട്. അപ്പൊ ഇവിടെ നൽകിയിരിക്കുന്നത് ഒരു നിശ്ചിത പ്രദേശത്ത് അനേകം സസ്യങ്ങൾ ഒരുമിച്ച് കാണപ്പെടുന്നു എന്നതാണ് മഴക്കാടുകളുടെ പ്രത്യേകത. ഒരേ ഇനമല്ല, അനേക തരത്തിലുള്ള വ്യത്യസ്ത ഇനം, വൈവിധ്യമാർന്ന ഇനം സസ്യങ്ങൾ ഒരുമിച്ച് കാണപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു മഴക്കാടുകളുടെ പ്രത്യേകത. മലേഷ്യൻ കാടുകളിൽ ഒരു ഏക്കറിൽ 200-ലധികം സസ്യവർഗങ്ങൾ വരെ കാണപ്പെടുന്നു എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇവരുടെ ഒരു കണക്ക് പ്രകാരം മലേഷ്യൻ മഴക്കാടുകളിൽ ഒരു ഏക്കറിൽ 200-ലധികം സസ്യവർഗങ്ങൾ കാണപ്പെടുന്നു. സസ്യങ്ങളല്ല, സസ്യവർഗങ്ങൾ കാണപ്പെടുന്നു എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്.
മേലെ ഈ പിക്ചറിൽ തന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക, ഇത് കോങ്കോ തടത്തിലെ മഴക്കാടാണ്. നോക്കിക്കേ, തിക്കി തിങ്ങി പാർക്കുകയാണ് ഇവിടുത്തെ സസ്യങ്ങളെല്ലാം. നിത്യഹരിത വനങ്ങളാണ്. ഓരോന്നിനും കൃത്യമായ കാലമില്ലാത്തത് കൊണ്ട് തന്നെ അവ സജീവമായിട്ടാണ് ഈ ഒരു കാട് നിലനിർത്തുന്നത്. രണ്ടാമത് നമുക്ക് തന്നിട്ടുള്ളത് ആമസോൺ തടത്തിലെ മഴക്കാടാണ്. അത്രയധികം നിബിഡമാണ് ഈ ഒരു വനം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഈ ഒരു പിക്ചർ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇവിടെ വൃക്ഷങ്ങളുടെ ഉയരങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഓരോ സസ്യജാലങ്ങൾക്കും അതിൻ്റെതായ രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയാണ്. സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് സസ്യങ്ങളിൽ ഉയര വ്യത്യാസം കാണപ്പെടുന്നു. സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് സസ്യങ്ങളിൽ ഉയര വ്യത്യാസം കാണപ്പെടുന്നുണ്ട്. വൃക്ഷങ്ങളുടെ ഉയര വ്യത്യാസം അനുസരിച്ച് അവയുടെ വൃക്ഷത്തലപ്പുകൾ പല തട്ടുകളായുള്ള മേലാപ്പുകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് ഉയര വ്യത്യാസം അനുഭവപ്പെടുകയും ഈ വൃക്ഷങ്ങളുടെ ഉയര വ്യത്യാസം അനുസരിച്ച് അവയുടെ വൃക്ഷത്തലപ്പുകൾ പല പല തട്ടുകളായുള്ള മേലാപ്പുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ട്രീ കവറാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ ഈ പിക്ചർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. വ്യത്യസ്ത ഉയരത്തിൽ മരങ്ങൾ തീർത്തിട്ടുള്ള മേലാപ്പുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ആദ്യം ഏറ്റവും താഴെയായി 30 അടിയിലും താഴെയുള്ള കീഴ്പാളിയിൽ നിൽക്കുന്ന സസ്യങ്ങളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതുപോലെയുള്ളവയൊക്കെ നിൽക്കുന്നത് 30 അടിയിൽ താഴെയായിട്ട് നിൽക്കുന്നത് കാണാം. അതിന് നമ്മൾ കീഴ്പാളിയിലുള്ള സസ്യങ്ങൾ എന്ന് പറയുന്നു. 30 അടി മുതൽ 60 അടി വരെയുള്ള ഈ ഒരു ഗ്യാപ്പിൽ വരുന്ന സസ്യങ്ങളെ മധ്യപാളിയിലുള്ള സസ്യങ്ങൾ, ഇവിടെ തലപ്പുകൾ വന്ന് ഇത്തരത്തിൽ മേലാപ്പുകൾ തീർത്തുകൊണ്ടുള്ള സസ്യങ്ങളെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെ മധ്യപാളിയിലുള്ള സസ്യങ്ങൾ എന്ന് പറയാം. അതിനുശേഷം 60 അടി മുതൽ 150 അടി വരെയുള്ള ഈ ഒരു മേഖലയിൽ ഇവിടെ ഇത്തരത്തിൽ ഉയർന്ന വൃക്ഷങ്ങൾ, ഇത്തരത്തിൽ ട്രീ കവർ വരുന്ന വൃക്ഷങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനെ നമ്മൾ ഉപരിപാളി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ രീതിയിൽ സസ്യങ്ങൾ മേലാപ്പുകൾ തീർത്തുകൊണ്ട് ഈ ഒരു നിബിഡ വനത്തിൽ കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. വലിയ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ നിത്യഹരിത വനങ്ങളെ, നിത്യഹരിത മഴക്കാടുകളെ ലോകത്തിൻ്റെ ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. വലിയ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നിബിഡമായ മഴക്കാടുകൾ അല്ലേ. അപ്പോൾ ഈ ഒരു വനത്തെ, ഈ ഒരു നിത്യഹരിത മഴക്കാടുകളെ ലോകത്തിൻ്റെ ശ്വാസകോശം എന്ന് വിളിക്കാറുണ്ട്. ലോകത്തിൻ്റെ ശ്വാസകോശം എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ഇത്രയും നിബിഡമായ വനം ആണ് എങ്കിൽ കൂടിയും ഭൂമധ്യരേഖാ മഴക്കാടുകളിൽ പലയിടങ്ങളിലായി സ്ഥാനമാറ്റ കൃഷി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് സ്ഥാനമാറ്റ കൃഷി എന്നുള്ളത്? അപ്പോൾ ഈ ഒരു സ്ഥാനമാറ്റ കൃഷിക്ക് വേണ്ടി വനങ്ങൾ വെട്ടിത്തെളിക്കാറുണ്ട്. ഇത്തരം പ്രദേശങ്ങൾ കൃഷിക്ക് ശേഷം പിന്നീട് ഉപേക്ഷിക്കപ്പെടുമ്പോൾ അവിടങ്ങളിൽ മറ്റൊരു വനം രൂപമെടുക്കാനായി തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. ഈ സ്ഥാനമാറ്റ കൃഷിക്ക് വേണ്ടി വെട്ടിത്തെളിച്ച ഈ ഒരു പ്രദേശം കൃഷിക്ക് ശേഷം പിന്നീട് ഉപേക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടങ്ങളിൽ മറ്റൊരു വനം രൂപപ്പെട്ട് വരികയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ വളരുന്ന വനങ്ങളെ ദ്വിതീയ വനങ്ങൾ, സെക്കൻഡറി ഫോറസ്റ്റ് എന്ന് പറയാറുണ്ട്. മലേഷ്യയിൽ ബെല്ലുകാർ എന്ന് അറിയപ്പെടുന്നു. ഈ ഒരു തീരപ്രദേശങ്ങളിലും ഉപ്പുരസമുള്ള ചതുപ്പുനിലങ്ങളിലും കണ്ടൽ കാടുകളും കണ്ടുവരാറുണ്ട്. തീരപ്രദേശങ്ങളിലും ഉപ്പുരസമുള്ള ചതുപ്പുനിലങ്ങളിലും കണ്ടൽ കാടുകളും കാണപ്പെടാറുണ്ട്. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ സസ്യജാലങ്ങളുടെ സവിശേഷതയും പ്രത്യേകതകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ഇവിടുത്തെ ജന്തുവൈവിധ്യത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. സസ്യജാലങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ജന്തുവൈവിധ്യത്താൽ സമ്പന്നമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. സസ്യജാലങ്ങളെ പോലെ തന്നെ നൈസർഗിക സസ്യജാലങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. അതുപോലെ തന്നെയാണ് ജന്തുവൈവിധ്യത്താൽ സമ്പന്നമാണ് ഈ ഒരു പ്രദേശം. ഇവിടുത്തെ കാലാവസ്ഥാ പ്രത്യേകതകൾ മൂലം മിക്കവാറും ജീവികൾ മരങ്ങളിലാണ് ജീവിക്കുന്നത്. ഇത്തരത്തിൽ മരങ്ങളിൽ ജീവിക്കുന്ന ജീവികളെ അർബോറിയൽ ജീവികൾ എന്നാണ് വിളിക്കുന്നത്. അർബോറിയൽ ജീവികൾ എന്നാണ് മരത്തിൽ ജീവിക്കുന്ന ഈ ജീവികളെ വിളിക്കുന്നത്. ഇവിടുത്തെ കാലാവസ്ഥാ പ്രത്യേകതകൾ മൂലം മിക്കവാറും ജീവികൾ മരങ്ങളിലാണ് ജീവിക്കുന്നത്. ഇത്തരത്തിൽ മരങ്ങളിൽ ജീവിക്കുന്ന ജീവികളെ അർബോറിയൽ ജീവികൾ എന്ന് വിളിക്കുന്നു.
നിബിഡമായ ഈ മഴക്കാടുകളുടെ ഉള്ളിലേക്ക് മതിയായ സൂര്യപ്രകാശം എത്തിച്ചേരാത്തതിനാൽ അടിക്കാടുകൾ ഇവിടെ വളരുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യപ്രകാശം എത്തുന്നതിനനുസരിച്ചാണ് സസ്യങ്ങളുടെ ഉയർച്ചയൊക്കെ വരുന്നത്. അവരുടെ ഉയരത്തിൽ വ്യത്യാസം വരുന്നത് സൂര്യപ്രകാശ ലഭ്യതയ്ക്ക് അനുസരിച്ചാണ്. അപ്പൊ ഇത്തരത്തിൽ നിബിഡമായിട്ടുള്ള ഈ ഒരു മഴക്കാടിന്റെ ഉള്ളിലേക്ക് എന്ത് സംഭവിക്കുന്നു? നേരത്തെ പറഞ്ഞതുപോലെ ട്രീ കവർ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് താഴെ ഭാഗത്തേക്ക് അധികം സൂര്യപ്രകാശം ലഭ്യമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അടിക്കാടുകൾ വളരുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താണ്? അതിനാൽ തന്നെ നിലത്ത് ജീവിക്കുന്ന സസ്യഭോജികളായ മൃഗങ്ങൾ പൊതുവെ ഇവിടെ കാണപ്പെടാറില്ല. നിലത്ത് ജീവിക്കുന്ന സസ്യഭോജികൾക്ക് ആവശ്യമായ അടിക്കാടുകൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത്തരം മൃഗങ്ങൾ ഇവിടെ പൊതുവെ കാണപ്പെടാറില്ല. അവയെ ഭക്ഷണമാക്കി ജീവിക്കുന്ന മാംസഭോജികളും ഇവിടെ തീരെ കുറവാണ്. അത്തരത്തിലുള്ള സസ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട സസ്യഭോജികളായ മൃഗങ്ങളില്ല. അതിനാൽ തന്നെ അവയെ ഭക്ഷണമാക്കി ജീവിക്കുന്ന ചെറിയ മൃഗങ്ങളും മറ്റ് മാംസഭോജികളും ഇവിടെ കാണപ്പെടുന്നില്ല. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇവിടുത്തെ കാലാവസ്ഥാ മേഖലയ്ക്കനുസരിച്ച് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ പ്രത്യേകതകൾ കൊണ്ട് മിക്കവാറും മൃഗങ്ങൾ മരങ്ങളിലാണ് ജീവിക്കുന്നത് എന്ന്. അവയെ വിളിക്കുന്ന പേരെന്താണ്? അർബോറിയൽസ്. അർബോറിയൽ ജീവികൾ എന്നാണ്. അർബോറിയൽ ജീവികൾക്ക് ഉദാഹരണമാണ് ഇവിടെ തന്നിട്ടുള്ള ഒറാങ്ങുട്ടാൻ, ഹൗളർ കുരങ്ങുകൾ, എമറാൾഡ് ട്രീ ബോa, കിങ്കഞ്ചു, ലീമറുകൾ തുടങ്ങിയവയൊക്കെ. ഇവയൊക്കെ അർബോറിയൽ ജീവികൾക്ക് ഉദാഹരണമാണ്. ലീമറുകൾ, ആൾക്കുരങ്ങുകൾ, ഒറാങ്ങുട്ടാൻ, മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഉരകങ്ങൾ, ഇവ പോലെയുള്ള ഉരകങ്ങൾ, നീർക്കുതിര, ചീങ്കണ്ണി തുടങ്ങിയ വ്യത്യസ്ത ഇനം ജന്തുജാലങ്ങളും തത്ത, ടുക്കാൻ, വേഴാമ്പൽ എന്നിങ്ങനെ ധാരാളം പക്ഷിവർഗങ്ങളും ഈ മേഖലയിൽ കാണപ്പെട്ടു വരുന്നുണ്ട്. ചീങ്കണ്ണി, നീർക്കുതിര, അനാക്കൊണ്ട, മക്കാവ് തുടങ്ങിയ വ്യത്യസ്ത ഇനത്തിലുള്ള ജന്തുജാലങ്ങളാണ് ഈ ഒരു മേഖലയിൽ കണ്ടുവരുന്നത്. ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയുടെ ഭൗതിക സവിശേഷതകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇവിടുത്തെ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് നമ്മൾ നൈസർഗിക സസ്യജാലങ്ങളെ കണ്ടു. വിവിധ ഇനത്തിലുള്ളതാണ് ഇവിടെയുള്ള ജന്തുജാലങ്ങൾ എന്നും നമ്മൾ മനസ്സിലാക്കി. വ്യത്യസ്ത ഇനത്തിലുള്ള അവയെക്കുറിച്ചും നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഇനി മനുഷ്യ ജീവിതത്തിലേക്ക് കടക്കാം. ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയുടെ ഭൗതിക സാഹചര്യങ്ങൾ മൂലം പൊതുവെ ഈ മേഖലയിൽ ജനവാസം വളരെ കുറവാണ്. ശക്തമായ മഴ ലഭിക്കുന്ന കാലാവസ്ഥാ മേഖലയാണ്. അതുപോലെ തന്നെ അതിയായിട്ടുള്ള ചൂടും ഉഷ്ണകാലവും അനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ഈ മേഖലയിലെ ഭൗതിക സാഹചര്യങ്ങൾ കാരണം പൊതുവെ ഈ മേഖലയിൽ ജനവാസം കുറവാണ്. എന്നിരുന്നാൽ കൂടിയും ആഫ്രിക്കയിലെ പിഗ്മികൾ, നമ്മളിത് കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഗോത്ര വിഭാഗത്തിന്റെ പേരാണ് അല്ലെ. പിഗ്മികൾ ആമസോൺ തടത്തിലെ ഇന്ത്യൻ ഗോത്ര വിഭാഗക്കാർ, മലേഷ്യയിലെ ഒറാങ് അസ്ലി ഗോത്ര വിഭാഗക്കാർ തുടങ്ങിയവർ ഉൾപ്പെടുന്നതാണ് ഈ ഒരു മേഖലയിലെ പ്രധാനപ്പെട്ട തദ്ദേശവാസികൾ എന്ന് പറയുന്നത്. ഇവിടെ നൽകിയിരിക്കുന്നത് അവരുടെ ചിത്രങ്ങളാണ്. ഭൂമധ്യരേഖാ മഴക്കാടുകളിലെ തദ്ദേശീയരുടെ ചിത്രങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ആഫ്രിക്കയിലെ പിഗ്മികൾ, ആമസോൺ തടത്തിലെ ഇന്ത്യൻ ഗോത്ര വിഭാഗക്കാർ, മലേഷ്യയിലെ ഒറാങ് അസ്ലി ഗോത്ര വിഭാഗക്കാർ തുടങ്ങിയവരൊക്കെ ഈ ഒരു മേഖലയിലെ തദ്ദേശവാസികളാണ്. പിഗ്മികളെ കുറിച്ച് കുറച്ചുകൂടി വിശദമായി ഇവിടെ നൽകിയിട്ടുണ്ട്. ആരാണ് പിഗ്മികൾ? ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് കോങ്കോ തടം ഉൾപ്പെടെയുള്ള ഉൾപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന തദ്ദേശീയരെയാണ് പിഗ്മികൾ എന്ന് പറയുന്നത്. താരതമ്യേന ഉയരം കുറഞ്ഞവരാണ് പിഗ്മികൾ. പിഗ്മികൾ പരമ്പരാഗതമായി വേട്ടയാടുന്നവരാണ്. ഉപജീവനത്തിനായി വനത്തെ വളരെയധികം ഇവർ ആശ്രയിക്കുന്നുണ്ട്. പഴങ്ങൾ, പരിപ്പ്, തേൻ, മറ്റ് വനവിഭവങ്ങൾ എന്നിവയും ഭക്ഷണത്തിനായി ശേഖരിക്കാറുണ്ട്. മാംസം, മത്സ്യം, വേരുകൾ, പഴങ്ങൾ എന്നിവ അടങ്ങുന്നതാണ് ഇവരുടെ ഭക്ഷണക്രമം. നാടോടി ജീവിത ശൈലിയാണ് ഇവർ പിന്തുടരുന്നത്. ഇലകൾ, മരച്ചില്ലകൾ തുടങ്ങിയ വനവസ്തുക്കളാൽ നിർമ്മിച്ച ചെറിയ താൽക്കാലിക കുടിലുകളിലാണ് ഇവർ പലപ്പോഴും താമസിക്കുന്നത്. പിഗ്മികൾ കൂട്ടമായിട്ടാണ് താമസിക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കുന്നതും കൂട്ടായിട്ടാണ്. പരമ്പരാഗതമായ തനത് ആചാരങ്ങൾ പാലിക്കുന്നവരാണ് പിഗ്മികൾ. പരിസ്ഥിതിയെ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പല വിശ്വാസങ്ങളും നിലകൊള്ളുന്നത്. തനത് സംഗീതം, നൃത്തം, താളവാദ്യങ്ങൾ എന്നിവ ഇവരുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ പിഗ്മികൾ എന്നുള്ളത് ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു തദ്ദേശീയ ജനവിഭാഗമാണ്, ഗോത്ര വിഭാഗമാണ്.
ഇവർ പ്രത്യേകിച്ച് എവിടെ കാണപ്പെടുന്നു? കോങ്കോ തടം ഉൾപ്പെടെയുള്ള ഉൾപ്രദേശങ്ങളിലെ തദ്ദേശീയരായിട്ടാണ് ഇവരെ കാണപ്പെടുന്നത്. താരതമ്യേന ഉയരം കുറഞ്ഞ പ്രകൃതക്കാരാണ് ഇവർ. പിഗ്മികൾ പരമ്പരാഗതമായി വേട്ടയാടുന്നവരാണ്. ഉപജീവനത്തിനായി ഇവർ വനത്തെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട്. ഇവർ ഭക്ഷണത്തിനായി പഴങ്ങൾ, പരിപ്പ്, തേൻ, മറ്റു വനവിഭവങ്ങളൊക്കെ ശേഖരിക്കുന്നു. അതുകൂടാതെ മാംസം, മത്സ്യം, വേരുകൾ, പഴങ്ങൾ എന്നിവ അടങ്ങുന്നതാണ് ഇവരുടെ ഒരു ഭക്ഷണ രീതി എന്ന് പറയുന്നത്. തികച്ചും നാടോടി ജീവിത ശൈലിയാണ് ഇവർ പിന്തുടരുന്നത്. ഇലകൾ, മരച്ചില്ലകൾ തുടങ്ങിയവയൊക്കെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വനവസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ചെറിയ താൽക്കാലിക കുടിലുകളിലാണ് ഇവർ താമസിക്കുന്നത്. പിഗ്മികളുടെ താമസ സ്ഥലം എന്ന് പറയുന്നത് ഇലകൾ, മരച്ചില്ലകൾ തുടങ്ങിയ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ചെറിയ താൽക്കാലിക കുടിലുകളാണ്. ഈ പിഗ്മികളുടെ ഒരു ജീവിത രീതി എന്ന് പറയുമ്പോൾ ഇവർ കൂട്ടമായിട്ടാണ് താമസിക്കുന്നത്. കൂട്ടമായി താമസിക്കുന്നു. അവർ തീരുമാനങ്ങൾ കൂട്ടമായി തന്നെ എടുക്കുന്നു. അതുകൂടാതെ ഇവർക്ക് അവരുടേതായ തനത് ആചാരങ്ങളുണ്ട്. പരിസ്ഥിതിയെ കേന്ദ്രീകരിക്കുന്ന വിശ്വാസങ്ങളും നിലകൊള്ളുന്നുണ്ട്. അവർക്ക് അവരുടേതായ തനത് സംഗീതം, നൃത്തം, താളവാദ്യങ്ങൾ എന്നിവയൊക്കെ ഇവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായി അവിടെ നിലകൊള്ളുന്നു. മുഖ്യമായും വനങ്ങളിൽ താമസിക്കുന്ന ഗോത്രവിഭാഗക്കാർ മൃഗങ്ങളെ വേട്ടയാടിയും വനങ്ങളിൽ നിന്നും കായ്കനികൾ ശേഖരിച്ചും മത്സ്യബന്ധനം നടത്തിയും ജീവിതം പുലർത്തുന്നു. ഇവിടുത്തെ ഈ ഒരു ജനങ്ങൾ, ഈ ഒരു മേഖലയിലെ ജനങ്ങൾ മുഖ്യമായും വനങ്ങളിൽ താമസിക്കുന്ന ഗോത്രവിഭാഗക്കാരാണ്. മൃഗങ്ങളെ വേട്ടയാടി ജീവിക്കുന്നു, വനങ്ങളിൽ നിന്നും കായ്കനികൾ ശേഖരിച്ചും മത്സ്യബന്ധനം നടത്തിയും ഒക്കെയാണ് അവരുടെ ജീവിതം പുലർത്തി വരുന്നത്. ഇവിടെ നിലനിൽക്കുന്ന പരമ്പരാഗത കൃഷിരീതി സ്ഥാനമാറ്റ കൃഷിരീതി അഥവാ വെട്ടിച്ചൂട്ട് കൃഷിയാണ്. ഇവിടെ ഈ ഒരു പ്രദേശത്ത് നിലനിൽക്കുന്നത്, ഇവിടെ പിക്ചറിൽ നൽകിയിട്ടുള്ളത് വെട്ടിച്ചൂട്ട് കൃഷിക്ക് വേണ്ടിയിട്ട് വനം ചൂടുന്ന ഒരു രീതിയാണ്. എന്താണ് വെട്ടിച്ചൂട്ട് കൃഷി എന്ന് ചോദിച്ചാൽ, കാട് വെട്ടിത്തെളിച്ചും ചുട്ടരിച്ചും കൃഷിയോഗ്യമാക്കി മാറ്റി ആ ഒരു പ്രദേശത്ത് കൃഷി ചെയ്യുന്നു. പ്രദേശത്തിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുന്നത് വരെ ആ കൃഷി തുടരുകയും ചെയ്യുന്നു. അതിനുശേഷം ആ ഒരു പ്രദേശം ഉപേക്ഷിച്ച് മറ്റൊരു വനപ്രദേശം തേടി പോവുകയും ഇതേ രീതിയിൽ കൃഷി തുടരുകയും ചെയ്യുന്നു. ഇതിനെ നമ്മൾ വെട്ടിച്ചൂട്ട് കൃഷി അല്ലെങ്കിൽ സ്ഥാനമാറ്റ കൃഷി എന്ന് പൊതുവെ പറയുന്നത്. പ്രദേശങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിബിഡ വനങ്ങളാണെങ്കിൽ കൂടിയും ഈ ഒരു പ്രദേശത്ത് നമ്മൾ സ്ഥാനമാറ്റ കൃഷി ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു പ്രദേശം ഉപേക്ഷിക്കപ്പെട്ടു പോകുന്ന സമയത്ത് ഇവിടെ സെക്കൻഡറി ഫോറസ്റ്റ് വരികയാണ് ചെയ്യുന്നത്. കുറച്ച് സമയമെടുത്ത് മറ്റൊരു വനം അവിടെ രൂപപ്പെട്ട് വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ കാട് വെട്ടിത്തെളിച്ചും ചുട്ടരിച്ചും കൃഷിയോഗ്യമാക്കി കൃഷി ചെയ്യുന്നു. പ്രദേശത്തിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുന്നതുവരെ കൃഷി തുടരുന്നു. അതിനുശേഷം ആ പ്രദേശം ഉപേക്ഷിച്ച് മറ്റൊരു വനപ്രദേശം തേടി പോവുകയും ഇതേ രീതിയിൽ കൃഷി തുടരുകയും ചെയ്യുന്നു. ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട വിളകളാണ് ഇവിടെ പറഞ്ഞ മരച്ചീനി, ചേന, ചോളം, വാഴ, നിലക്കടല തുടങ്ങിയവയൊക്കെ. മരച്ചീനി, ചേന, ചോളം, വാഴ, നിലക്കടല എന്നിവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിളകൾ. പിന്നീട് യൂറോപ്യന്മാരുടെ വരവോടെ ഈ മേഖലയിലെ വ്യാപകമായിട്ട് തോട്ടവിള കൃഷി ആരംഭിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഈ ഒരു യൂറോപ്യന്മാരുടെ ആഗമനത്തോടെ വിളയിലും കൃഷി രീതിയിലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി. തോട്ടവിള കൃഷി വ്യാപകമായി. ഇവിടുത്തെ കാലാവസ്ഥാ സവിശേഷതകൾ വ്യാവസായിക പ്രാധാന്യമുള്ള പല വിളകൾക്കും അനുകൂലമായിട്ടുള്ളവയുമാണ്. അതിൽ പ്രധാനപ്പെട്ട വിളകളിൽ ഒന്നാണ് റബ്ബർ എന്ന് പറയുന്നത്. ലോകത്തിലെ റബ്ബർ ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവ. ലോകത്തിലെ റബ്ബർ ഉൽപാദനത്തിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഇതിന് ഉദാഹരണമായി നമുക്ക് മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവ പറയാം. ഈ ഒരു കാലാവസ്ഥാ മേഖലയിലെ സവിശേഷതകൾ റബ്ബർ പോലെയുള്ള പലതരത്തിലുള്ള വിളകൾക്ക്, വ്യാവസായിക പ്രാധാന്യമുള്ള വിളകൾക്ക് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ്. അതിനുദാഹരണമാണ് റബ്ബർ എന്നത്. ലോകത്തിലെ റബ്ബർ ഉൽപാദനത്തിൽ തന്നെ മുന്നിൽ നിൽക്കുന്നത് ഈ പ്രദേശത്തെ രാജ്യമായിട്ടുള്ള മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവയാണ്. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ വ്യാപകമായി കൃഷി ചെയ്തു വരുന്ന മറ്റൊരു തോട്ടവിളയാണ് കൊക്കോ എന്ന് പറയുന്നത്. ഇവിടെ കൃഷി ചെയ്യുന്ന മറ്റു പ്രധാനപ്പെട്ട വിളകളാണ് എണ്ണപ്പന, തെങ്ങ്, കരിമ്പ്, തേയില, കാപ്പി, വാഴ, കൈതച്ചക്ക തുടങ്ങിയവയൊക്കെ ഇവിടെ കൃഷി ചെയ്തു വരുന്ന മറ്റു പ്രധാനപ്പെട്ട വിളകളാണ് എണ്ണപ്പന, തെങ്ങ്, കരിമ്പ്, തേയില, കാപ്പി, വാഴ, കൈതച്ചക്ക തുടങ്ങിയവ ഈ ഒരു മേഖലയിൽ കൃഷി ചെയ്തു വരുന്ന പ്രധാനപ്പെട്ട വിളകളാണ്. ഇന്തോനേഷ്യയിലെ ഒരു എണ്ണപ്പന തോട്ടമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതുപോലെ പശ്ചിമ ആഫ്രിക്കയിലെ ഒരു കൊക്കോ തോട്ടം, ഇവിടെ കൃഷി ചെയ്തു വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു തോട്ടവിളയാണ് കൊക്കോ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കൊക്കോ തോട്ടമാണ്, പശ്ചിമ ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട ഒരു കൊക്കോ തോട്ടമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്.
ആ ഒരു പ്രദേശത്തെ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലെ കൃഷി രീതിയെക്കുറിച്ച് നമ്മൾ കണ്ടു. ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലെ തദ്ദേശീയരിൽ ഭൂരിഭാഗവും നാടോടികളാണ്. പ്രാദേശിക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മേഖലയിലെ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലെ തദ്ദേശീയരിൽ ഭൂരിഭാഗം പേരും നാടോടികളാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, പ്രാദേശികമായി ലഭ്യമായ വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് അവർ മിക്ക വീടുകളും നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്തരത്തിലാണ് അവരുടെ വീടുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ അവർ വിവരണത്തിൽ പറഞ്ഞതുപോലെ ഇലകൾ, അതുപോലെ മരച്ചില്ലകൾ തുടങ്ങിയ വനവസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ചെറിയ താൽക്കാലിക കുടിലുകളിലാണ് അവിടെയുള്ള ജനവിഭാഗങ്ങൾ പാർക്കുന്നത്. ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലെ വിവിധ പ്രദേശങ്ങളിലെ വീടുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിൽ ജീവിക്കുന്ന മനുഷ്യർ മാത്രമാണോ അവിടെ ഉള്ളത്? ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെല്ലാം പുരാതന ഗോത്ര വിഭാഗക്കാരും നാടോടികളും കല്ലുകൊണ്ടും മരം കൊണ്ടും നിർമ്മിച്ച ഓലമേഞ്ഞ വീടുകളിൽ ജീവിക്കുന്ന മനുഷ്യരും മാത്രമാണ് ഉള്ളത് എന്ന് കരുതരുത്. മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ധാരാളം ആധുനിക നഗരങ്ങളും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഈ മേഖലയിലുണ്ട്. അതുപോലെ തന്നെ ആധുനിക നഗരങ്ങളും ധാരാളമായി ഇവിടെ കാണാറുണ്ട്. ബൊഗോട്ട, സിംഗപ്പൂർ, ജക്കാർത്ത, ഇക്വിറ്റാസ്, ക്വിറ്റോ, ആമസോൺ തടത്തിലെ മനൌസ്, ബെലെ തുടങ്ങിയ നഗരങ്ങൾ ചില ഉദാഹരണങ്ങളാണ്. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ കല്ലുകൊണ്ടും മരം കൊണ്ടും മാത്രം ജീവിക്കുന്ന, ഇത്തരത്തിലുള്ള ഓലമേഞ്ഞ വീടുകളിൽ മാത്രം ജീവിക്കുന്ന ഗോത്രവിഭാഗക്കാരും നാടോടികളും മാത്രമല്ല ഇവിടെ ധാരാളം ആധുനിക നഗരങ്ങളുണ്ട്, മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. അതിനുദാഹരണമാണ് ബൊഗോട്ട, സിംഗപ്പൂർ, ജക്കാർത്ത, ഇക്വിറ്റാസ്, ക്വിറ്റോ, ആമസോൺ തടത്തിലെ മനൌസ്, ബെലെ തുടങ്ങിയ നഗരങ്ങളൊക്കെ. ചിട്ടയായ ആസൂത്രണത്തിലൂടെയും കഠിന പ്രയത്നത്തിലൂടെയും വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുള്ള പ്രദേശങ്ങളാണ് മലേഷ്യയും സിംഗപ്പൂരും കിഴക്കൻ ബ്രസീലും ഒക്കെ. ഇതിനൊക്കെ ഉദാഹരണമാണ് ഈ പറഞ്ഞ മലേഷ്യ, സിംഗപ്പൂർ, കിഴക്കൻ ബ്രസീൽ തുടങ്ങിയവ. ആമസോൺ മേഖലയിലെയും മലേഷ്യൻ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെയും പാർപ്പിടങ്ങൾ അതെങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആമസോൺ തടത്തിൽ ആളുകൾ താമസിക്കുന്നത് മലോഗ എന്ന പ്രത്യേകതരം വീടുകളിലാണ്. ഇവിടെ പിക്ചറിൽ തന്നിട്ടുണ്ട് മലേഷ്യൻ പാർപ്പിടങ്ങൾ എങ്ങനെയാണ് വരുന്നത്, ആമസോൺ തടത്തിലെ പാർപ്പിടം എങ്ങനെയാണ് വരുന്നത് എന്നിവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ആമസോൺ തടത്തിൽ ആളുകൾ താമസിക്കുന്നത് മലോഗ എന്ന പ്രത്യേകതരം വീടുകളിലാണ്. ഈ വീടുകൾ കുത്തനെ ചെരിഞ്ഞ മേൽക്കൂരയോട് കൂടിയവയാണ് മലോക്ക എന്നത്. ഓലമേഞ്ഞ മേൽക്കൂരയുള്ള വീടുകളും ഇവിടെ കാണപ്പെടുന്നുണ്ട്. മലേഷ്യയിൽ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളെ കമ്പോങ്സ് എന്നാണ് വിളിക്കുന്നത്. മലേഷ്യയിൽ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളെ കമ്പോങ്സ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് തടികൾ കൊണ്ടാണ്. മരം, മുള, ഇലകൾ എന്നിവ പാർപ്പിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതിനാൽ ഈ വീടിനുള്ളിൽ കഠിനമായ ചൂട് അനുഭവപ്പെടുന്നില്ല. ഈ ഒരു കാലാവസ്ഥ മേഖലയ്ക്ക് അനുകൂലമായ രീതിയിൽ തന്നെയാണ് ഇവിടെയുള്ള വീട് നിർമ്മാണം നടക്കുന്നത് എന്നാണ് പറഞ്ഞു വന്നിട്ടുള്ളത്. ഈ ഒരു കാലാവസ്ഥാ മേഖലയിൽ സർവൈവ് ചെയ്യുന്നതിന് പാകത്തിനുള്ള ഇവിടെ വീടുകളിൽ അധികമായി കഠിന ചൂട് അനുഭവപ്പെടാത്ത വിധത്തിൽ മരം, മുള, ഇലകൾ കൊണ്ട്, തടികൾ കൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ള വീടുകളാണ് ഈ ഒരു പ്രദേശങ്ങളിൽ കൂടുതലായും കണ്ടു വരുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആധുനിക നഗരങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇക്വിറ്റാസ് നഗരത്തിന്റെ പിക്ചറാണ് നൽകിയിട്ടുള്ളത്. ബൊഗോട്ട നഗരമാണിത്. അതിനുശേഷം ആമസോൺ വനവും മനൌസ് സിറ്റിയും നമുക്ക് കാണാനായി സാധിക്കും. സിംഗപ്പൂർ സിറ്റിയും നമുക്കിവിടെ കാണാനായി സാധിക്കും. ഓക്കെ, അങ്ങനെ വനസമ്പത്ത് കൊണ്ടും അനേകം നദികളാലും ജലലഭ്യതയാലും പ്രകൃതി സൗന്ദര്യത്താലും ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല ഏറെ അനുഗ്രഹീതമാണ്. എങ്കിൽ കൂടിയും പല വിധത്തിലുള്ള ധാരാളം വെല്ലുവിളികൾ നേരിടുന്ന പ്രദേശവുമാണ് ഈ പറഞ്ഞ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല. എന്തൊക്കെയാണ് ഇവിടുത്തെ വെല്ലുവിളികൾ എന്ന് പറയുന്നത്? ഭൂമധ്യരേഖാ കാലാവസ്ഥാ പ്രദേശങ്ങളിലെ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥ സസ്യങ്ങളുടെ വളർച്ചയെ ഏറെ പിന്തുണയ്ക്കുന്നുണ്ട്, അത് നമുക്കറിയാം. എന്നാൽ ഈ കാലാവസ്ഥ കീടങ്ങളുടെയും ബാക്ടീരിയകളുടെയും വളർച്ചയ്ക്കും വ്യാപനത്തിനും കൂടി കാരണമാകുന്ന ഒരു മേഖലയാണ്. ഈ ഒരു പ്രദേശത്ത് ചൂടും ഈർപ്പവും ഒക്കെയുള്ള കാലാവസ്ഥയാണ്. അത് സസ്യങ്ങളുടെ വളർച്ചയെ, സമൃദ്ധമായ വളർച്ചയെ പിന്തുണയ്ക്കുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഈ ഒരു കാലാവസ്ഥയിൽ കീടങ്ങളുടെയും ബാക്ടീരിയകളുടെയും ഒക്കെ വളർച്ചയ്ക്കും വ്യാപനത്തിനും കൂടി അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഇത്.
അണുക്കളും ബാക്ടീരിയകളും ഈർപ്പമുള്ള വായുവിലൂടെ എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇത് ഈ മേഖലയിൽ വൻതോതിലുള്ള രോഗവ്യാപനത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. കീടങ്ങളുടെ വ്യാപനം വിളകളെയും ഏറെ ഹാനികരമായി ബാധിക്കുന്നു. ഇത്തരത്തിൽ കീടങ്ങൾ വർദ്ധിക്കുന്നത് എന്താണ്, അവിടെയുള്ള സസ്യങ്ങളെയും അവിടെയുള്ള വിളകളെയും ഹാനികരമായിട്ടാണ് ബാധിക്കുന്നത്. അപ്പൊ ഈ ഒരു ഈർപ്പമുള്ള, ചൂടും ഈർപ്പവും നിറഞ്ഞ ഈ ഒരു കാലാവസ്ഥ കീടങ്ങളുടെയും ബാക്ടീരിയകളുടെയും ഒക്കെ വ്യാപനത്തിനും കൂടുതൽ കാരണമാക്കുന്നു. അത് അവിടെയുള്ള സസ്യങ്ങളെയും ഹാനികരമായി തന്നെ ബാധിക്കുന്നു. ഇവിടെ നിദ്രാരോഗം എന്നൊരു കോളം തന്നിട്ടുണ്ട്, നോക്കുക. ഭൂമധ്യരേഖ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് ഈ പറഞ്ഞ സ്ലീപ്പിംഗ് സിക്നസ് എന്നത്, നിദ്രാരോഗം. ഈ രോഗം പകരുന്നത് സെസെ എന്ന ഈച്ചകളിലൂടെയാണ്. സെസെ എന്ന ഈച്ചകളിലൂടെ പകരുന്ന ഭൂമധ്യരേഖ മഴക്കാടുകളിൽ കാണപ്പെട്ടു വരുന്ന ഒരു രോഗമാണ് നിദ്രാരോഗം അഥവാ സ്ലീപ്പിംഗ് സിക്നസ് എന്നത്. അപ്പൊ നിദ്രാരോഗം എന്ന രോഗം പരത്തുന്നത് സെസെ എന്ന ഈച്ചകളാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് ഭൂമധ്യരേഖ മഴക്കാടുകളിൽ കണ്ടുവരുന്ന ഒരു രോഗമാണ്. ഇത് കൂടാതെ അവിടെ കണ്ടുവരുന്ന മറ്റൊരു രോഗമാണ് യെല്ലോ ഫീവർ എന്നത്. ഭൂമധ്യരേഖ മഴക്കാടുകളിൽ കൊതുക് പരത്തുന്ന മറ്റൊരു മാരക രോഗമാണ് യെല്ലോ ഫീവർ എന്നത്. യെല്ലോ ഫീവർ. ആധുനിക നഗരങ്ങൾ ഒഴിച്ചാൽ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ മിക്ക പ്രദേശങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ തീരെ ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഗോത്ര ജനവിഭാഗങ്ങളും തദ്ദേശീയരായ നാടോടി ജനവിഭാഗങ്ങളുമാണ് താമസിക്കുന്നത്. അതുകൂടാതെ ആധുനിക നഗരങ്ങളും അവിടെ ഉണ്ട്, ഈ ഒരു പ്രദേശത്തിൽ ഉൾപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഈ പറഞ്ഞ ആധുനിക പ്രദേശം ഒഴികെയുള്ള മറ്റു പ്രദേശങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും വളരെ കുറവാണ്. ഈ പ്രദേശത്തിന്റെ ഭൗതിക വികസനത്തിന് ഇവിടങ്ങളിലെ നിബിഡ വനങ്ങൾ തന്നെയാണ് തടസ്സമായി വരുന്നത്. ഇടതൂർന്ന വനങ്ങളിലൂടെയും ചതുപ്പു നിലങ്ങൾക്ക് മുകളിലൂടെയും റോഡുകളും റെയിൽപാതകളും നിർമ്മിക്കുക എന്നതും അവയെ പരിപാലിക്കുക എന്നതും ഏറെ ശ്രമകരവും ചെലവേറിയതുമാണ്. ഈ ഒരു പ്രദേശത്ത് നിബിഡ വനങ്ങൾ തിങ്ങിപ്പാർക്കുന്നു എങ്കിൽ കൂടിയും ഇവിടെ നിബിഡ വനങ്ങൾ തന്നെയാണ് ഈ ഒരു വെല്ലുവിളി ഉയർത്തുന്നത്. ഈ ഒരു പ്രദേശത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായിട്ടുള്ള പ്രധാനപ്പെട്ട റോഡുകൾ, റെയിൽപാതകൾ എന്നിവ നിർമ്മിക്കുന്നത് വളരെ ചെലവേറിയതാണ്. പരിപാലിക്കുക എന്നത് അതിനേറെ ശ്രമകരവും ചെലവേറിയതുമായ പ്രവൃത്തിയാണ്. ഇത്തരം വനമേഖലകളിൽ മരങ്ങൾ മുറിച്ച് മാറ്റിയാൽ ഉടൻ തന്നെ ലാലങ് പോലെയുള്ള ഉയരമേറിയ പുല്ലുകൾ, നമ്മൾ നേരത്തെ കണ്ടതാണ് ലാലങ് പോലെയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്ന ഉടൻ തന്നെ ലാലങ് പോലെയുള്ള ഉയരമേറിയ പുല്ലുകൾ ഇവിടെ വളരുന്നു. അതുപോലെ നിബിഡമായ അടിക്കാടുകളും വളരുന്നു. ഈ ഒരു കാലാവസ്ഥയുടെ പ്രത്യേകതയാണ് ഇത് പലപ്പോഴും കൃഷിയെ പോലും സാരമായി ബാധിക്കാറുണ്ട്. ഇവിടെ കൃഷി നടത്താറുണ്ട്. അപ്പം അത്തരത്തിലുള്ള കൃഷിയെ പോലും ഈ ഒരു സാഹചര്യം സാരമായി ബാധിക്കാറുണ്ട്. വന്യമൃഗങ്ങളും രോഗം പരത്തുന്ന പ്രാണികളും വിഷജന്തുക്കളും ഇത്തരം വനമേഖലകളിൽ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ജീവന് ഏറെ വെല്ലുവിളി ഉയർത്താറുണ്ട്. ഈ ഒരു വന്യമൃഗങ്ങളും രോഗം പരത്തുന്ന പ്രാണികളും വിഷജന്തുക്കളും ഒക്കെ ഇവിടെ ധാരാളമായി കണ്ടുവരാറുണ്ട്. വന്യമൃഗങ്ങൾ, രോഗം പരത്തുന്ന പ്രാണികൾ, വിഷജന്തുക്കൾ ഒക്കെ ഈ ഒരു പ്രദേശത്ത് പ്രവർത്തിക്കുന്ന, ഈ ഒരു വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുടെ ജീവന് തന്നെ വെല്ലുവിളി ഉയർത്തുന്ന തരത്തിലുള്ളവയാണ്. ആമസോൺ തടത്തിലെ വിദൂര പ്രദേശങ്ങളിലും കോങ്കോ തടം, ബോർണിയോ എന്നിവിടങ്ങളിലെ മിക്ക പ്രദേശങ്ങളിലും ഇന്നും ആധുനിക വാർത്താവിനിമയ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല. നദികളാണ് പ്രകൃതിദത്ത ഹൈവേകൾ എന്ന് പറയുന്നത്. ഈ ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പോലും ജീവന് ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആമസോൺ തടത്തിലെ വിദൂര പ്രദേശങ്ങളിലും കോങ്കോ തടം പോലെയുള്ള, ബോർണിയോ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഇന്നും ആധുനിക രീതിയിലുള്ള വാർത്താവിനിമയ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു പ്രദേശത്തെ പ്രകൃതിദത്ത ഹൈവേകളാണ് നദികൾ എന്ന് പറയുന്നത്. ഇതാണ് ലാലങ്ങിന് ഉദാഹരണം. വൻമരങ്ങൾ മുറിച്ചു മാറ്റുന്ന ഉടൻ തന്നെ ഇത്തരത്തിലുള്ള ലാലങ് പോലെയുള്ള വലിയ പുല്ലും അതുപോലെ തന്നെ അടിക്കാടുകളും ഒക്കെ പകരുന്നതും ഈ ഒരു രീതിയിൽ ഈ ഒരു പ്രദേശത്തെ വികസനത്തിന് ബാധിക്കുന്ന ഒരു പ്രശ്നമായി കണക്കാക്കി വരുന്നു. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ വൃക്ഷങ്ങൾ നിബിഡമാണ് എങ്കിൽ കൂടിയും വാണിജ്യ അടിസ്ഥാനത്തിൽ അവയെ ചൂഷണം ചെയ്യുക എന്നത് ഏറെ ദുഷ്കരമാണ്. വൃക്ഷങ്ങൾ നിബിഡമായി വളരുന്നുണ്ട് എങ്കിൽ കൂടിയും ഇവയെ വാണിജ്യ അടിസ്ഥാനത്തിൽ ചൂഷണം ചെയ്യുക എന്നത് ദുഷ്കരമാണ്. എന്തൊക്കെയാണ് ഈ ഒരു പ്രദേശത്തെ ബുദ്ധിമുട്ടുകൾ, തടസ്സം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, മരങ്ങളുടെ അതിബാഹുല്യം, ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് തടികൾ നീക്കിക്കൊണ്ടുപോകുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്നിവയൊക്കെ വാണിജ്യ അടിസ്ഥാനത്തിൽ മരം വെട്ടിന് ഇത് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു.
തടികളുടെ ഭാര കൂടുതൽ പലപ്പോഴും ഇവയെ നദികളിലൂടെ ഒഴുക്കി കൊണ്ടുപോകാനും സാധിക്കാറില്ല. തടികൾ വലിയ രീതിയിലുള്ളവയായതുകൊണ്ട് ഭാര കൂടുതൽ ഉള്ളതുകൊണ്ട് നദികളിലൂടെ ഒഴുക്കി കൊണ്ടുപോകുന്നതും സാധ്യമായിട്ടുള്ള കാര്യമല്ല. മേച്ചിൽ സ്ഥലങ്ങളുടെ അഭാവം, പ്രാണികളുടെ ആക്രമണം എന്നിവ മൂലം ഭൂരിഭാഗം പ്രദേശങ്ങളിലും കന്നുകാലി വളർത്തൽ ഒരു പ്രധാന ഉപജീവന മാർഗമായി വളർന്നു വന്നിട്ടും ഇല്ല. ഈ പ്രദേശങ്ങളിൽ മേച്ചിൽ പുറങ്ങൾ അധികം ഇല്ലാത്തതുകൊണ്ട്, മേച്ചിൽ സ്ഥലങ്ങളുടെ അഭാവം ഉള്ളതുകൊണ്ടും പ്രാണികളുടെ ആക്രമണം കൂടുതലായതുകൊണ്ടും ഈ ഒരു പ്രദേശത്ത് കന്നുകാലി വളർത്തലും സജീവമായി കാണാറില്ല. ലോക കാലാവസ്ഥയെ സുസ്ഥിരമാക്കുന്നതിൽ ഭൂമധ്യരേഖ മഴക്കാടുകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. ലോകത്തിലെ ആകെ വനഭൂമിയുടെ ഏതാണ്ട് 1/3 വനപ്രദേശവും സ്ഥിതി ചെയ്യുന്നത് ആമസോൺ തടം, കോങ്കോ തടം, തെക്കുകിഴക്കൻ ഏഷ്യ എന്നിങ്ങനെ 3 മേഖലകളിലായിട്ടാണ്. അങ്ങനെ ഈ ഒരു ലോക കാലാവസ്ഥയെ തന്നെ സുസ്ഥിരമാക്കുന്നതിൽ ഈ ഒരു ഭൂമധ്യരേഖ മഴക്കാടുകൾ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. ലോകത്തിലെ തന്നെ ആകെ വനഭൂമിയുടെ ഏതാണ്ട് 1/3 വനപ്രദേശവും സ്ഥിതി ചെയ്യുന്നത് ആമസോൺ തടം, കോങ്കോ തടം, തെക്കു കിഴക്കൻ ഏഷ്യ എന്നിങ്ങനെ 3 മേഖലകളിലായിട്ടാണ് കാണപ്പെടുന്നത്. ലോക കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഭൂമധ്യരേഖ മഴക്കാടുകൾ ഇന്ന് പല രീതിയിലുള്ള വനനശീകരണ ഭീഷണി നേരിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആമസോൺ മഴക്കാടുകളിലെ കാട്ടുതീയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ബ്രസീലിലെ മഴക്കാടുകളിലെ കാട്ടുതീയുടെ പിക്ചറാണ് തന്നിട്ടുള്ളത്. അത്ര രീതിയിലുള്ള വനനശീകരണ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവ. മനുഷ്യപ്രേരിതമായി വനനശീകരണമാണ് ഈ ഒരു മേഖല നേരിടുന്ന മറ്റൊരു വെല്ലുവിളി. കൃഷി, സ്വാഭാവിക രീതിയിലുള്ള വെല്ലുവിളികൾ മാത്രമല്ല, മനുഷ്യപ്രേരിതമായിട്ടുള്ള വനനശീകരണവും ഈ ഒരു മേഖലയിലെ പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. മനുഷ്യപ്രേരിതമായ വനനശീകരണമാണ് ഈ മേഖല നേരിടുന്ന മറ്റൊരു വെല്ലുവിളി. കൃഷി, നിർമ്മാണ പ്രവർത്തനങ്ങൾ, നഗരവൽക്കരണം, ഖനനം എന്നിങ്ങനെ നിരവധിയായുള്ള മനുഷ്യപ്രവർത്തനങ്ങൾ ഈ മഴക്കാടുകളെ വ്യാപകമായി നശിപ്പിക്കുന്നു. കൃഷി, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വിവിധ തരത്തിലുള്ള ഖനനങ്ങൾ, നഗരവൽക്കരണം പോലെയുള്ളവ നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള മനുഷ്യപ്രവർത്തനങ്ങൾ ഈ മഴക്കാടുകളെ വ്യാപകമായി നശിപ്പിക്കുന്നു. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ കാലാവസ്ഥാ സവിശേഷതകൾ, സസ്യജന്തു വൈവിധ്യം, മനുഷ്യജീവിതം എന്നിവയെ പറ്റിയൊക്കെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തു. ഇനി ഈ ഒരു കാലാവസ്ഥാ മേഖലയിലെ ഭൂമിശാസ്ത്ര സവിശേഷതകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും പഠിച്ച് ഇവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്കിത് തുടരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്.